ടി വി പ്രസാദ് തയ്യാറാക്കുന്ന അന്വേഷണ പരമ്പര കരിമണൽ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം തുടരുകയാണ്. CMRL നടത്തിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി മലിനീകരണത്തെ എങ്ങനെയാണ് അധികൃതർ വഴിവിട്ട നീക്കങ്ങളിലൂടെ സഹായിക്കുന്നത് എന്നതിൻ്റെ നേർചിത്രമാണ് ഈ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം. ഇതാ ഈ സ്ഥലത്ത് നിന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ പൊല്യൂഷൻ ബോർഡ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടതും. ഒരു നോട്ടീസ് കൊടുത്തതല്ലാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞുമില്ല. കരിമണലിൽ നിന്ന് സിന്തറ്റിക് റൂട്ടയിൽ വേർതിരിക്കുന്ന സ്ഥാപനമായ പെരിയാറിൻ്റെ തീരത്തെ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള CMRL നിന്ന് രാസമാലിന്യം ഒഴുക്കിവിടുന്നത് പതിവായിരുന്നു. അങ്ങനെയാണ് പ്രദേശത്തെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ഇത് കയ്യോടെ പിടികൂടിയതും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി സാമ്പിൾ എടുപ്പിക്കുകയും ചെയ്തത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇതാ ഈ കാണുന്ന വിശദീകരണ നോട്ടീസ് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ അന്നത്തെ എൻവയോൺമെൻ്റൽ എഞ്ചിനീയർ CMRL കൊടുക്കുകയും ചെയ്തു. പക്ഷേ അത് അന്ന് ആ വിശദീകരണ നോട്ടീസിൽ ഒതുങ്ങി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി അവരുടെ മഴവെള്ളം മാത്രം പോകാൻ അവരെ അനുവദിച്ചിരിക്കുന്ന ഒരു കുഴലിൽ കൂടെ കമ്പനി രാസമാലിന്യം ഒഴുക്കി വിട്ടത് കയ്യോടെ പിടിച്ച് വീഡിയോ എടുക്കുകയും ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. വിശദീകരണ നോട്ടീസിന് പിന്നാലെ ഈ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്താനും കേസുകളിൽ പെടുത്താനുമായിരുന്നു പിന്നീടുള്ള ശ്രമം. പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം നടത്തേണ്ടുന്ന ഒന്നാമത്തെ ഉദ്യോഗസ്ഥനായ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർമാൻ തന്നെ ഒരു ഞായറാഴ്ച ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നാലെ 2 കള്ളക്കേസുകൾ വേറെയും. വർഷങ്ങൾക്കിപ്പുറവും പെരിയാറിനെ യഥേഷ്ടം മലിനമാക്കുകയാണ്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കണമെന്നെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ കേസുകളുണ്ട്. എന്നാൽ ഇതുവരെ ഒരു പരിഹാരങ്ങളുമില്ലാതെ മലിനീകരണം സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ടീം ഇൻവെസ്റ്റിഗേഷൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. TV പ്രസാദ്, നമ്മൾ CMRL വിഷയമാണ് നേരത്തെ പ്രേക്ഷകരെ കാണിച്ചത്. ഈ CMRL ഏത് വിധത്തിലാണ് ഈ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സർക്കാരിൽ നിന്ന് സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്? പല ഘട്ടങ്ങളിലും വളരെ വലിയ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന, തീരശോഷണം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എന്ന വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴും CMRL വേണ്ടി മണലെടുപ്പ് നിർബാധം തുടരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്താണ് ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, TV പ്രസാദ്? അരുൺ, നേരത്തെ ഇൻകം ടാക്സിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പാകെ ഇവർ കൊടുത്ത മൊഴി അനുസരിച്ച് 135 കോടി രൂപ കൈക്കൂലിയായി വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എല്ലാ മാധ്യമങ്ങൾക്കുമെല്ലാം കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് യഥേഷ്ടം ഇൽമിനേറ്റ് കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് തോട്ടപ്പള്ളിയിലെ മണൽ KMML കൊണ്ടുപോയി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL വഴി അത് ഇൽമിനേറ്റ് ആക്കി ശശിധരൻ കർത്തയുടെ CMRLന് കിട്ടിയത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശോധിക്കുകയായിരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അതായത് പരിസര മലിനീകരണം അതിരൂക്ഷമാണ് അവിടെ പെരിയാറിനെ സംബന്ധിച്ചെന്നുള്ളതാണ്. ആലുവയിലാണ് നമുക്കറിയാവുന്നതുപോലെ ഈ ഫാക്ടറി, CMRLൻ്റെ ഫാക്ടറി. ആ ഫാക്ടറിയുടെ പ്രധാനപ്പെട്ട ഭാഗം, അതായത് ഫാക്ടറിയുടെ ഒരു ഭാഗം പൂർണ്ണമായി വരുന്നത് പെരിയാറിനോട് ചേർന്ന് തന്നെയാണ്. അതുവഴി മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ഒരു കുഴലുണ്ട്. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായ മറ്റൊരു കുഴലുണ്ട്, ഡിസ്ചാർജ് കുഴൽ. ഇത് മഴവെള്ളം വിടാനുള്ള ഈ കുഴൽ വഴി വ്യാപകമായി രാസമാലിന്യം പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ ചോദിക്കും, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള കമ്പനിക്ക് എന്തിനാണ് ഇങ്ങനെ പുറത്തേക്ക് വിടേണ്ട ആവശ്യമെന്ന്. പുറത്തേക്ക് വിടേണ്ട ആവശ്യമുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ CMRL വളരെ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് ഈ രാസമാലിന്യം സാധാരണഗതിയിൽ കടത്തിവിടാറില്ല. കടത്തിവിട്ടാലുള്ള ഒരു പ്രശ്നം, അതിൽ നിന്ന് വലിയൊരു ശതമാനം വേസ്റ്റ് ഉണ്ടാകും. ആ വേസ്റ്റാണ് യഥാർത്ഥത്തിൽ വലിയ വില്ലനായി ഇതിൽ മാറുന്നത്. ഇതാകുമ്പോൾ പെരിയാറിലേക്ക് എല്ലാം കൂടി കലക്കി അങ്ങ് ഒഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 2016 സെപ്റ്റംബർ മാസം 23-ാം തീയതി അവിടുത്തെ പെരിയാറിനെ സംരക്ഷിക്കുന്ന ജനജാഗ്രതാ കമ്മിറ്റിയുടെ ആളുകൾ രാത്രി കാവലിരുന്ന് ഇത് പുറത്തേക്ക് തള്ളിവിടുന്ന സമയത്ത്
കൃത്യമായി വീഡിയോ എടുക്കുകയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സാമ്പിൾ കളക്ട് ചെയ്യുകയും ചെയ്തത്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. കറുത്ത നീല നിറമുള്ള രാസമാലിന്യമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥന്, അന്നത്തെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിനുണ്ടായ ദുരവസ്ഥയാണ് നമ്മൾ വാർത്തയിൽ പറയുന്നതും. ഈ അന്വേഷണ പരമ്പര നമ്മൾ തുടരുക തന്നെ ചെയ്യും. അരുൺ, ശരി ടി യു പ്രസാദ്, വ്യക്തമാണത്. പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.